ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണ്. അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെയിനി സീസണും ഒക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം, ഇടിയപ്പം, നെയ്ച്ചോറ്, പൊറോട്ട പലതിനേറ്റവും ചേരുന്ന നല്ലൊരു ടേസ്റ്റി സ്റ്റൂ. അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യമുള്ളത് 1 കിലോ ചിക്കൻ, ഒരു കോഴി നന്നാക്കി സ്കിന്നൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഉപ്പ്, ഇത് മാത്രം ചേർത്ത് നന്നായിട്ട് ഒന്ന് തിരുമ്പി വെക്കാം. 1 മണിക്കൂറോളം വെക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാവുന്ന അത്ര നേരം. അപ്പോൾ ഇതിന് വേണ്ടി 1/2 കപ്പ് ചെറിയ അല്ലി വെളുത്തുള്ളി, നമ്മുടെ നാടൻ വെളുത്തുള്ളി തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് ഈ റെസിപ്പിയിൽ ആകിനെ കുറച്ച് പണിയെന്ന് പറയുന്നത് ഈ വെളുത്തുള്ളിയും ഉള്ളിയും പീൽ ചെയ്യലും അത് സ്ലൈസ് ചെയ്യലാണ്. അപ്പോൾ വെളുത്തുള്ളി പീൽ ചെയ്ത് ഇതേപോലത്തെ സ്റ്റിക്സ് ആയിട്ടാണ് ഞാൻ എപ്പോഴും അരിയാറ്. എന്തോ ഈ റെസിപ്പിക്ക് ഇങ്ങനെ അരിയുന്നതാണ് അതിൻ്റെ ഒരു രസം. വേണമെങ്കിൽ വട്ടത്തിൽ അരിയാം, പക്ഷെ ഞാൻ എപ്പോഴും ഈ മാച്ച് സ്റ്റിക്ക് സൈസ് ആണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു ജനറസ് 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ചുവന്നുള്ളി പീൽ ചെയ്ത് 2 സവാളയും കൂടി വേണം. അപ്പോൾ ഇതെല്ലാം സ്ലൈസ് ചെയ്ത് വെക്കണം. ചുമന്നുള്ളി വെറുതെ വട്ടത്തിൽ അരിഞ്ഞാൽ മതി, ഇത് ഫൈനലി ചോപ്പ് ചെയ്യണ്ട, എല്ലാം സ്ലൈസ് ചെയ്താൽ മതി. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സവാള മാത്രം എടുത്താൽ ചിലപ്പോൾ സ്റ്റൂവിനൊരു മധുരപ്പ് കാണും. ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റിന് എപ്പോഴും നല്ലത്. ഇനി വേണ്ടത് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ അത്രയും വേണ്ട, ഒരു 1/3 കപ്പ് ഫൈനലി ചോപ്പ് ചെയ്തത് കേട്ടോ. അതിനുവേണ്ടി ജൂലിയൻ സ്റ്റിക്സ് ആക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ ഫൈനലി ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ പൊട്ടാറ്റോസും 2 ക്യാരറ്റും. പൊട്ടാറ്റോസ് അത്യാവശ്യം വലിയ ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്യാം, ക്യാരറ്റ് ഒന്ന് ക്യൂബ് ചെയ്ത് എടുക്കാം. ഈ സ്റ്റൂവിൽ എല്ലാവർക്കും പൊട്ടാറ്റോസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ വെജിറ്റബിൾസും ഇഷ്ടമാണ് കേട്ടോ സ്റ്റൂവിൽ. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസാണ് ഇഷ്ടം? നമ്മൾ ഈ സ്റ്റൂവിൽ കോളിഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1.5 കപ്പ് 2 കപ്പോളം ഇതുപോലെ കട്ട് ചെയ്ത പീസസ്, പിന്നെ 1/2 കപ്പ് ഗ്രീൻ പീസ്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് തോ ചെയ്ത് വെച്ചിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. ഗ്രീൻ പീസ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് മധുരമില്ലാത്ത ഗ്രീൻ പീസ് യൂസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ കഴിഞ്ഞു. ഇനി വേഗം കുക്ക് ചെയ്യാം. ഒരു നോൺ സ്റ്റിക്ക് പോട്ട് എടുത്ത് അതിലേക്ക് 1/4 കപ്പ് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു നാടൻ ടച്ചിന് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കഷ്ടപ്പെട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയാണ്, എവിടെയും പോകരുത്. ഇളക്കി ആ ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് വേറൊരു സ്റ്റീൽ ബൗൾ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വേഗം ഈ എണ്ണ ഒഴിച്ച് അത് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. കോരി എടുക്കാൻ പോയാൽ ചിലപ്പോൾ ആ സമയത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി കരിഞ്ഞു പോകും. ഇവിടെ നല്ലോണം സൂക്ഷിക്കണം. അപ്പോൾ ഈ സ്ട്രെയിൻ ചെയ്ത് വെച്ച ഗോൾഡൻ ഫ്രൈഡ് ഗാർലിക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ഓയിൽ തിരിച്ച് പോട്ടിലേക്ക് ഒഴിക്കാം. വീണ്ടും എണ്ണ ചൂടായി വരുമ്പോൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. എന്നിട്ട് നല്ല ഹൈ ഹീറ്റ് ഇതിലൊന്ന് ടോസ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വെളുത്ത് വരും, ജ്യൂസസ് ഒക്കെ ഒന്ന് സീലാവും. പിന്നെ ആ ഗാർലിക് ഫ്ലേവേർഡ് ഓയിലിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് എടുക്കും ഇതുപോലെ ആവാൻ. അതിനുശേഷം ആ പൊട്ടാറ്റോസും ക്യാരറ്റും ആദ്യം ചേർക്കാം. എന്നിട്ട് 1 മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം കോളിഫ്ലവർ ആഡ് ചെയ്യാം. വീണ്ടും 2 മിനിറ്റോളം ഇതൊക്കെ ഒന്ന് ടോസ് ചെയ്ത് വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് ടെൻഡറായി വരും. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വേറൊരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ആ പോട്ടൊന്ന് ക്ലീനാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഇടാം. ഇനി നമ്മുടെ സ്റ്റൂവിന് ആ വാംത്ത് ആഡ് ചെയ്യാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, മാറിപ്പോയി ചെറിയ ജീരകം ആഡ് ചെയ്യരുത് കേട്ടോ, ക്യൂമൻ അല്ല, ഇവിടെ ഫെനൽ സീഡ്സ് ആണ്. പിന്നെ 2 പച്ച ഏലക്ക, 4 ഗ്രാമ്പൂ, 1 തക്കോലം സ്റ്റാർ അനീസ്, 5 കുരുമുളക്, 2 ബേ ലീവ്സ്, കറിയില, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് പോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള, ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്ത് അല്പസമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ 2 പച്ചമുളക് കീറിയത് അതും കൂടി ചേർക്കാം. എരിവ് കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഹീറ്റിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, ഒരുപാട് നേരം ഇത് ഇളക്കാണ്ടിരിക്കരുത്, അല്ലെങ്കിൽ കരിഞ്ഞ കളറ് വരും, ടേസ്റ്റ് മാറും.
അങ്ങനെ നന്നായി പതുക്കെ വഴറ്റി അതിൻ്റെ സൈസൊക്കെ ഒന്ന് റിഡ്യൂസ് ആവും. അതുപോലെ കളർ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരും, ഡാർക്കായി പോകരുത്. ഈ സമയത്ത് കുറച്ച് സ്പൈസ് പൊടികൾ ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. ഇതും ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ പൊടികളുടെ മണം മൂത്ത് വരും. ഈ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും വെജിറ്റബിൾസും തിരിച്ച് ആഡ് ചെയ്യാം. അതിൽ അക്യുമുലേറ്റ് ചെയ്ത ജ്യൂസസും ഒക്കെ കൂടി ചേർത്ത് ഇതിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ വഴറ്റിയ ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവറും കൂടി ചിക്കനുമേലും വെജിറ്റബിൾസുമേലും നന്നായിട്ടൊന്ന് പിടിക്കാൻ കുറച്ച് സമയം കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഞാൻ യൂസ് ചെയ്യുന്നത് 200 ml കാര കോക്കനട്ട് ക്രീമാണ്. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ക്രീമാണ്. ഇതിൻ്റെ ഒപ്പം 2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പകരം തേങ്ങ അരച്ച് പാലെടുക്കുകയാണെങ്കിൽ 1/4 പാല് ഒരു 2.25 കപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് പാകത്തിനിടാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തിരുന്നല്ലോ, അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ സ്റ്റൂ ഒന്നിങ്ങനെ തിളച്ച് പൊങ്ങുമ്പോൾ തന്നെ തീ കുറച്ച് മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ആ ചിക്കൻ ടെൻഡറായിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റും കൂടി എക്സ്ട്രാ കുക്കിംഗ് ആവശ്യം വരും. അപ്പോൾ സ്റ്റൂവിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പശുവും പാലെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്ലറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റൂ ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാലും ആ കോൺഫ്ലവർ സ്ലറിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കാം. ഈ സമയത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ടേസ്റ്റിനനുസരിച്ച് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഗോൾഡൻ ഫ്രൈഡ് ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ച ഗ്രീൻ പീസും ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് അല്ലാണ്ട് മറ്റേ കണക്ക് ഗ്രീൻ പീസ് ആണെങ്കിൽ അത് കുതിർത്തി വെച്ച് കുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി സിമ്മർ ചെയ്യാം. അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ സ്റ്റൂവിൽ ഇൻഫ്യൂസ് ആയിട്ട് വരും. എന്നിട്ട് 1/2 കപ്പ് കൊത്തിയരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം, ഫ്രഷ് മല്ലിയില. ഇടയ്ക്ക് ഞാൻ പാർസ്ലി ലീവ്സും ചേർക്കാറുണ്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ നാടൻ ടേസ്റ്റിന് വേണ്ടി മല്ലിയിലയാണ് നല്ലത്. അവസാനമായിട്ട് ഒന്ന് നോക്കി ഉപ്പ്, കുരുമുളക് അതൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന ടൈം വരെയും ഫ്ലെയിം ഓഫാക്കി മൂടി വയ്ക്കാം. നല്ല ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, ഇടിയപ്പം, നെയ്ച്ചോറ് എല്ലാത്തിനും കൂടി നന്നായിട്ട് ചേർക്കുന്ന ഒരു സ്റ്റൂ ആണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൂ ആണ്. റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ പണ്ടത്തെ പോലെ ഫോട്ടോ അയക്കാൻ മറക്കരുത്. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesaresimple@gmail.com. പിന്നെ പറ്റുകയാണെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ഒരു കോമൻസും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്താൽ ഹെൽപ്ഫുൾ ആയിരിക്കും. വീണ്ടും റെസിപ്പീസ് ഇട്ട് തുടങ്ങുമ്പോൾ എല്ലാവരുടെയും ഫീഡ്സിലും പുതിയ ഓഡിയൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.